ഷഹബാസിന്റെ കൊലപാതകം പ്രതികളായ വിദ്യാർത്ഥികൾ ഇന്ന് പരീക്ഷ എഴുതി. പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പമായിരുന്നു. കാരണം വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിച്ചത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ നിയമവശം കൃത്യമായിട്ട് അറിയില്ല. ഒരാൾ ഒരു കൊലപാതകം നടത്തി അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു നിസാര സംഭവമാണ്. കൂട്ടത്തല്ലിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ കേസെടുക്കില്ല, കേസ് തള്ളിപ്പോവും. അങ്ങനെ കൊലപാതകത്തിന് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്നാൽ കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു എക്സ്ക്യൂസും ഇല്ല, 3 വർഷത്തേക്ക് ഡീബാറാണ്. അവിടെ നിങ്ങൾക്ക് ഒരു ചാൻസും ലഭിക്കില്ല. എന്നാൽ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം, നിങ്ങൾക്ക് A+ ലഭിക്കും, നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധ്യതയും ഇല്ല, അപ്പോൾ തന്നെ നിങ്ങളെ ഡീബാർ ചെയ്യും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ കോപ്പി അടിക്കാനായിട്ട് ശ്രമിക്കരുത്. കോപ്പിയടി എന്ന് പറയുന്നത് സാമൂഹിക വിപത്താണ്, അത് വലിയ അപകടമാണ്. നിങ്ങൾ ഒരു കാരണവശാലും കോപ്പി അടിക്കാനായിട്ട് ശ്രമിക്കരുത്. എന്നാൽ ഒരു കൊലപാതകമാണെങ്കിൽ അതൊരു വിഷയമല്ല. കൊലപാതകം നടത്തിയ ആൾക്ക് പരീക്ഷ എഴുതാം, വേണമെങ്കിൽ വീണ്ടും പരോൾ പോയി വീണ്ടും ഒരാളെ കൊന്നിട്ട് വീണ്ടും പരീക്ഷ എഴുതാം. അതിനൊക്കെ അവസരമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചോക്കോബാറും കൂടെ തരും. എന്നാൽ കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ചോക്കോബാർ അല്ല, പകരം ഡീബാർ ആയിരിക്കും ലഭിക്കുക. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. സേ നോട്ട് ടു കോപ്പിയടി, അതാണ് ഞങ്ങളുടെ #. സേ നോട്ട് ടു കോപ്പിയടി. ആരും കോപ്പി അടിക്കാൻ ശ്രമിക്കരുത്. നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പരീക്ഷ എഴുതുക.